ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി ചൂരക്കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇതപ്പോൾ ഇതുപോലെ 3 ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നല്ല മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 4-5 ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് സവാളയും ഒരു 4 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാ പൊടികളും കുറച്ച് മഞ്ഞളും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ പൊടികളും നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ ഈ കുടംപുളിയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും മീനും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ നന്നായി ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്തതും പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂര വറ്റിച്ചത് റെഡിയായി. ചോറിൻ്റെ കൂടെ നല്ല കുത്തരി ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.